മധ്യ കേരളത്തിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ അറിയാമല്ലോ വലിയ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഇന്നലെ വലിയ ആഘോഷങ്ങൾ, പാട്ടും ബഹളവും നൃത്തവും ഒക്കെ ആയിട്ട് വലിയ ആഘോഷങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ്. വെളി മൈതാനത്ത് നടൻ വിനയ് ഫോർട്ട് പാപ്പാഞ്ഞിക്ക് തിരികൊളുത്തിയപ്പോൾ തന്നെ വിദേശത്തു നിന്ന് അടക്കമുള്ള ഒരുപാട് ആളുകൾ ന്യൂ ഇയർ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനെത്തിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വാർത്തകൾ, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഉമാ തോമസിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിന് പോലീസ് ഒരുങ്ങുന്നു. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നു. അത് ഇവന്റ് മാനേജ്മെന്റ്, സ്റ്റേജ് കരാർ ജീവനക്കാർ തുടങ്ങിയ ആളുകളെയൊക്കെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റിലേക്കൊക്കെ കടക്കുമോ എന്നുള്ള കാര്യം കൂടിയാണ് നമുക്കിന്ന് അറിയേണ്ടത്. എന്തായാലും വിവരങ്ങൾ നൽകാനായി നിതിൻ സേവിയർ ആണുള്ളത്. നിതിൻ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ജിൽസി. ഇന്നലെ മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ എടുത്ത് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വൈകുന്നേരം മുങ്ങിയതാണ്. എങ്ങനെയായിരുന്നു ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ? അടിപൊളിയായോ? ജിൽസി, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞൊരു 5-6 വർഷം നോക്കിയാൽ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കാതിരിക്കുന്നത്. 12 മണി ആയതുപോലും ഞാൻ അറിഞ്ഞില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി മോർണിംഗ് 6:30 കയറുന്നു, രാത്രി ഇറങ്ങുന്നു. അപ്പോൾ ഇന്നലെ ഇറങ്ങിയപ്പോൾ രാത്രിയായി. വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് തിരിച്ചു വന്നു. ന്യൂ ഇയർ ആഘോഷിച്ചില്ല. എനിക്ക് രാത്രി 12 മണിക്ക് വന്ന മെസ്സേജുകൾക്ക് പോലും ഞാൻ ഇപ്പോഴാണ് റിപ്ലൈ അയച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു തരത്തിലും ആഘോഷം ഇല്ലാതെ പോയൊരു ന്യൂ ഇയർ ആയിപ്പോയി. എങ്കിലും കുഴപ്പമില്ല, ഇന്ന് ആഘോഷിക്കാമെന്ന് കരുതുന്നു. അതെ, ഇന്നലെ ഉറങ്ങിപ്പോയെങ്കിലും സാരമില്ല, ഇന്ന് ആഘോഷിക്കാം. പക്ഷേ നിതിന് ഇന്നലെ പോകുമ്പോൾ എനിക്കും വലിയ പ്രതീക്ഷയായിരുന്നു. നിതിന് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇങ്ങനെ കിടന്നുറങ്ങാനായിരുന്നെങ്കിൽ പിന്നെ വൈകിട്ട് അവരെ കൂടെ ന്യൂ ഇയർ ആഘോഷിച്ചാൽ മതിയായിരുന്നു നിതിന്. ശരി, ഇനി വാർത്തകളിലേക്ക് കൂടെ പോകാം നമുക്ക്. തീർച്ചയായും ഈ പ്രധാനപ്പെട്ട വാർത്ത ഉമാ തോമസ് MLA അപകടവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ജിൽസി. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഈ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം എടുത്തു എന്നാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ, എറണാകുളം സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഈ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇവരുടെ മൊഴിയെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സാമ്പത്തിക പണപ്പിരിവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ഈ കല്യാൺ സിൽക്സും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതായത് 390 രൂപയ്ക്കാണ് തങ്ങൾ 12,500 സാരികൾ നൽകിയത് എന്ന് കല്യാൺ സിൽക്ക് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. 1,600 രൂപയ്ക്കാണ് സംഘാടകർ ഈ സാരി കുട്ടികൾക്ക് കൊടുത്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 1 കോടിയിലധികം രൂപയുടെ പണപ്പിരിവ് ലാഭം സംഘാടകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രജിസ്ട്രേഷൻ ഫീസിനത്തിൽ 4 കോടിയിലധികം രൂപ സംഘാടകർ പിരിച്ചെടുത്തിട്ടുണ്ട്. ബുക്ക് മൈ ഷോയുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള ടിക്കറ്റുകൾ ഈ രക്ഷിതാക്കൾക്കും പരിപാടി കാണാനെത്തിയവർക്കുമായി വിതരണം ചെയ്തത് വഴി അതിലും വലിയ ലാഭം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ നികുതി അടച്ചിരുന്നില്ല എന്ന് മേയർ അനിൽകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ അനുമതി ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക്, ഈ പണപ്പിരിവുമായി, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ അറസ്റ്റിലായ 3 പേർക്കും ജാമ്യം ലഭിച്ചിരുന്നു. അപ്പോൾ മറ്റ് 2 പേരോട്, അതായത് ഈ ഓസ്കർ ഇവൻസിൻ്റെ ഉടമസ്ഥനോടും മൃദംഗവിഷിൻ്റെ ഉടമസ്ഥനോടും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇവരുടെ ജാമ്യാപേക്ഷ ജനുവരി 3-ാം തീയതി വീണ്ടും പരിഗണിക്കും. ഒപ്പം തന്നെ ഇന്നലെ 3 പേർക്കും അറസ്റ്റിലായ 3 പേർക്കും ഇടക്കാല ജാമ്യമാണ് നൽകിയിരിക്കുന്നത്. ഇവരുടെ ജാമ്യാപേക്ഷയും വീണ്ടും 3-ാം തീയതി കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ദിവ്യ ഉണ്ണി, സിജോയ് വർഗീസ് അടക്കമുള്ള നടീനടന്മാരെ വിളിച്ചു വരുത്തി ഇവരുടെ മൃദംഗവിഷനുമായുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ളവ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഉമാ തോമസ് MLA പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് വലിയ നടപടികളിലേക്ക് കടക്കുന്നു തന്നെയാണ് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം ഈ ജാമ്യമില്ലാ വകുപ്പ് കൂടി ഈ കേസിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് കോടതിയെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ഉമാ തോമസ് MLA ആരോഗ്യനിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആശാവഹമായ പുരോഗതിയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ളത്. സെഡേഷൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മകൻ കയറി കണ്ടിരുന്നു. അപ്പോൾ മകനോട് പ്രതികരണമുണ്ട്. അത് കണ്ണനക്കുന്നുണ്ട്, കൈയും കാലുമൊക്കെ അനക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അത് നല്ല സൂചനയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശ്വാസകോശത്തിൻ്റെ അടക്കം ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പരിക്ക് മാറാൻ അത് കുറച്ചധികം നാളുകൾ വേണ്ടി വരും. അത് സമയമെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി 24 മണിക്കൂർ നിരീക്ഷിച്ചാൽ മാത്രമേ ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറി എന്ന് പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്, പക്ഷേ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി മറ്റ് വാർത്തകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന് ഈ ഇംഗ്ലീഷ് അധ്യാപകരുടെ ഒരു
സമരം PSC വിദ്യാർത്ഥികളുടെ സമരമുണ്ട്. ഇംഗ്ലീഷ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് രാവിലെ ഹൈബീഡൻ MP അത് ഹൈക്കോടതി ജംഗ്ഷനിൽ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. വലിയ സമരത്തിലേക്ക് നേരത്തെ തിരുവനന്തപുരത്തും അവർ സമരം നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം കൈക്കൂലിയുമായി പിടികൂടിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വിജിലൻസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിജിലൻസാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ബോൾഗാട്ടി പാലസിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു അപകടമുണ്ടായിരുന്നു. ഈ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ യുവാക്കളുടെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും മധ്യകേരളത്തിൽ നിന്ന് വരാനുണ്ട് ജിൽസി.